സമരം അവസാനിച്ചിട്ടും യാത്രാക്ലേശം പരിഹരിക്കാനാകാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നു പുലർച്ചെ മുതലുള്ള സർവീസുകൾ മുടങ്ങി. കരിപ്പൂരിൽ നിന്നുള്ള 6 സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള ദമാം അബുദാബി സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള ഷാർജ ബഹ്റൈൻ സർവീസുകളും റദ്ദാക്കി. ഛേദം തുടരുന്നുണ്ട്. ഛേദനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നടപടിയൊക്കെ തന്നെ ഉണ്ടായിട്ടും സർവീസുകൾ കഴിഞ്ഞ ദിവസവും മുടങ്ങി, ഇന്നും മുടങ്ങുന്ന സാഹചര്യമാണ്. എന്താണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? ആതിര, ഈ എയർ ഇന്ത്യ ജീവനക്കാർ നടത്തുന്ന ഈ പണിമുടക്കിൽ നട്ടം തരികയാണ് യാത്രക്കാർ. ഇന്നും കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ റദ്ദാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും 2 സർവീസുകളാണ് ഇന്ന് മുടങ്ങിയിട്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണിയുടെ കൊച്ചി ഷാർജ ഫ്ലൈറ്റും അതുപോലെ തന്നെ രാവിലെ 8 മണിയുടെ കൊച്ചി ബഹ്റിൻ ഫ്ലൈറ്റുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർക്ക് ആദ്യമേ അറിയിപ്പ് നൽകിയിരുന്നു. ആയതിനാൽ വിമാനത്താവളത്തിനുള്ളിൽ മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും 2 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കൊച്ചി മസ്കറ്റും അതുപോലെ തന്നെ കൊച്ചി ദമാം സർവീസുമാണ് ഇന്നലെയും റദ്ദാക്കിയത്. നമുക്കറിയാം, ഇതിപ്പോൾ 2-3 ദിവസമായി ഈ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഞ്ഞാന്നായിരുന്നു ഈ സമരത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയത്. 4 മുൻകൂറായി അറിയിപ്പൊന്നും നൽകാതെ 4 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അതുപോലെ തന്നെ വിദേശത്തേക്ക് ധാരാളം സർവീസുകൾ നടത്തുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഏതായാലും ഈ സമരം ഏറ്റവും കൂടുതൽ യാത്രക്കാരെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യങ്ങളിലും തർക്കമില്ല. അതുപോലെ തന്നെ ഈ സമരത്തോടൊക്കെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ഒരു അലംഭാവവും പൊതുജനങ്ങൾക്കിടയിലും യാത്രക്കാർക്കിടയിലും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ശരി, ചേതനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി